ദയവായി ഈ വീഡിയോ ഒരു സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതിനായി വലതുവശത്ത് താഴെയായുള്ള ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. തിരിച്ച് പഴയതുപോലെ ആകണമെങ്കിൽ വലതുവശത്തിൽ കാണുന്ന ഈ ഒരു ചിഹ്നത്തിൽ അമർത്തുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ ഇയ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആധാരം രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ കുറച്ച് ഫീസ് ഒക്കെ നമുക്ക് അടയ്ക്കേണ്ടി വരും. ആ ഒരു ഫീസുകൾ ഏതൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. മെയിൻ ആയിട്ട് 4 തരം ഫീസാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക. ഒന്നാമത്തെ ഫീസ് എന്ന് പറഞ്ഞാൽ തീർ എഴുതുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന മുദ്ര പേപ്പറിന്റെ വില, അതുപോലെ തന്നെ ആ ഒരു ആധാരം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വരുന്ന ഫീസ്. ആദ്യത്തെ തീറിന്റെ മുദ്രവില, പിന്നെ രണ്ടാമത്തെ രജിസ്റ്റർ ഫീസ്. ഇത് രണ്ടും സാധാരണ ഒരുമിച്ചാണ് പറയാറ്. അതായത് എത്രയാണോ നമ്മുടെ ആ ഒരു പ്രോപ്പർട്ടിയുടെ വില, അതിന്റെ 10% നമ്മൾ രജിസ്ട്രേഷൻ ഫീസായും അതുപോലെ തന്നെ മുദ്ര പേപ്പറിന്റെ വിലയായിട്ടും കൊടുക്കേണ്ടി വരും. അതായത് 8% തീറിന്റെ വിലയും 2% രജിസ്ട്രേഷൻ ഫീസുമായിരിക്കും. തീറിന്റെ ആയിരിക്കും കൂടുതൽ എമൗണ്ട് വരാം. അപ്പോൾ ഈ രണ്ടും കൂടാതെ ആധാരം എഴുതുന്നതിന് റൈറ്റിംഗ് ഫീസ് ആയിട്ട് കുറച്ച് എമൗണ്ട് വരും. ഈ റൈറ്റിംഗ് ഫീസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയുടെ എമൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് വരിക. അതായത് ഇപ്പോൾ ഒരു 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിലാണെന്നുണ്ടെങ്കിൽ 5000 രൂപയും, 5 ലക്ഷം തൊട്ട് 7 ലക്ഷം വരെ 6000 രൂപയും, 7 ലക്ഷം തൊട്ട് 8 ലക്ഷം വരെ 7000 രൂപയും, 8 ലക്ഷത്തിന് മുകളിലാണെന്നുണ്ടെങ്കിൽ 7500 രൂപയാണ് റൈറ്റിംഗ് ഫീ ആയിട്ട് വേണ്ടി വരിക. അപ്പൊ ഈ റൈറ്റിംഗ് ഫീ നമ്മൾ കൊടുക്കാന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റെസിപ്റ്റും നമ്മൾ എഴുതാൻ കൊടുക്കുന്ന സ്ഥലത്തുനിന്ന് മേടിക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോ അനന്തരാവകാശികൾ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇഷ്ടദാനം അങ്ങനത്തെ കേസൊക്കെ വരുമ്പോൾ ഇത് ആ ഒരു ഫാമിലിയിലുള്ള ആൾക്കാർക്കായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഫാമിലിക്കുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നെങ്കിൽ അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. ഇപ്പൊ ഫാമിലിയിലല്ലാതെ പുറത്തുനിന്ന് ഒരാൾക്കാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കാന്നുണ്ടെങ്കിൽ അതിനായിരിക്കും ഈ 10% എന്ന് പറഞ്ഞ ഫീസ് വരാം. ഇത് കൂടാതെ ഈ 10% എന്ന് പറയുന്നത് റെഗുലേറ്റ് ചെയ്യുന്നത് ആ ഒരു പ്രോപ്പർട്ടിയുടെ, അതായത് ആ ഒരു ഭൂമിയുടെ ന്യായവില എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഓരോ സ്ഥലത്തും ഓരോ ഭൂമിക്കും ഒരു ന്യായവില ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുണ്ട്. അതിന്റെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരാം. ഒരു സ്ഥലത്തിന്റെ ന്യായവില എങ്ങനെ കണ്ടുപിടിക്കാന്നാവും അടുത്ത ക്വസ്റ്റ്യൻ വരാം. അത് നമുക്ക് ഇപ്പോ ഓൺലൈൻ വഴി അറിയാൻ പറ്റും. മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞത് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം. ആവശ്യമുള്ള അതിൽ പോയി ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതിന്റെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടി വരിക 10%. അപ്പോൾ നമ്മൾ 3 തരം ഫീസിനെ പറ്റി പറഞ്ഞു. ആദ്യത്തെ മുദ്ര പേപ്പറിന്റെ വില, അത് രജിസ്റ്റർ ചെയ്യാനുള്ള ഫീസ്, പിന്നെ എഴുത്ത് ഫീസ്. ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആധാരം രജിസ്റ്റർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധാരം, അതായത് പുതിയൊരു ഉടമയ്ക്ക് ആധാരം കിട്ടിയെങ്കിൽ ആ ഒരു വ്യക്തി വില്ലേജിൽ പോയിട്ട് അത് പോക്കുവരവ് ചെയ്യണം. അപ്പൊ അതിനൊരു തുകയും കൂടി അടയ്ക്കേണ്ടി വരും. പോക്കുവരവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനിലേക്ക് ആധാരം കൈമാറി കിട്ടുമ്പോൾ പുതിയ ഉടമസ്ഥൻ ഗവൺമെന്റിനെ കരം അടയ്ക്കേണ്ടി വരും. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് പോക്കുവരവ് ചെയ്യുക എന്ന് പറയുന്നത്. പോക്കുവരവ് ചെയ്യാൻ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രജിസ്ട്രേഷൻ സക്സസ്ഫുൾ ആയിട്ട് ആ രജിസ്ട്രേഷന്റെ യാതൊരു കുഴപ്പമില്ല, ഗവൺമെന്റ് ആ ഒരു ആധാരം അംഗീകരിച്ചു എന്നാണ് അർത്ഥം. പിന്നെ പോക്കുവരവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തു ആ ഒരു പുതിയൊരു വ്യക്തിയുടെ സ്വന്തമായെന്നാണ് അർത്ഥം. പോക്കുവരവ് തുക ഓരോ സെന്റിനെ ബേസ് ചെയ്തിട്ടാണ് വരാം. പോക്കുവരവിന്റെ തുക എന്ന് പറയുന്നത് 6 എന്നൊരു മെഷർമെന്റിനെ ബേസ് ചെയ്തിട്ടാണ്. ഇതിൽ 10 6 വരെ 100 രൂപ, 10 തൊട്ട് 20 വരെ 200 രൂപ, 20 തൊട്ട് 50 വരെ 300 രൂപ, 50 മുതൽ 1 ഹെക്ടർ വരെ 500 രൂപ, 1 ഹെക്ടർ തൊട്ട് 2 ഹെക്ടർ വരെ 700 രൂപ, 2 ഹെക്ടറിന് മുകളിൽ 1000 രൂപ. ഇങ്ങനെയാണ് പോക്കുവരവിന്റെ തുക അടയ്ക്കേണ്ടി വരിക. ഈ പോക്കുവരവ് എപ്പോഴാണ് അടയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആധാരം രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഒരു 10 ദിവസം കഴിയുമ്പോൾ വില്ലേജിൽ പോയിട്ടുണ്ടെങ്കിൽ അടയ്ക്കാൻ സാധിക്കുകയായിരിക്കും. ഇതാണ് മെയിൻ ആയിട്ട് നമുക്ക് ഒരു ആധാരം രജിസ്റ്റർ ചെയ്യുമ്പോൾ വേണ്ടി വരുന്ന ഫീസ് എന്ന് പറയുന്നത്.
എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.